Hi all, welcome to Spur and Spices Chipotle. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ ടിപ്പുമായിട്ടാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ ഉച്ചയ്ക്ക് ബാക്കി വരുന്ന ചോറ് നമ്മൾ വൈകിട്ട് ചൂടാക്കി കഴിക്കുകയോ പിറ്റേ ദിവസത്തേക്ക് ചൂടാക്കി എടുക്കുകയോ ഒക്കെ അല്ലേ പതിവ്. എന്നാൽ നമുക്ക് ആ പതിവൊന്ന് മാറ്റിപ്പിടിക്കാം. ഉച്ചയ്ക്ക് ബാക്കി വരുന്ന ചോറ് വെച്ച് ഒരു നല്ല ഉഗ്രനായിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാനുള്ള വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിനിപ്പോൾ നമ്മൾ കിണ്ണത്തപ്പംന്നോ ഹലുവാന്നോ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 വേരിയേഷൻ കാണിക്കുന്നുണ്ട്. ഒന്ന് ശർക്കര വെച്ചിട്ടും ഇനി ഒരെണ്ണം പഞ്ചസാര വെച്ചിട്ടും. അപ്പം എങ്ങനെയാ തുടങ്ങാം? ഇതിൽ നമ്മൾ പറഞ്ഞുല്ലോ ആദ്യം വേണ്ടത് ചോറാണെന്ന്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബൗൾ ചോറോളം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പോളം വരും. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഒരു 3/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാലാണ്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആ ചോറിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമുക്ക് വേണ്ടത് ഒരു പേസ്റ്റ് പോലത്തുള്ള കൺസിസ്റ്റൻസിയിലാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ കണ്ടോ, ഇതുപോലെ അരച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ശർക്കര വെച്ചിട്ടുള്ള വേരിയേഷൻ ആണ്. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കാം. അപ്പം എല്ലാ പ്രാവശ്യം പറയാറുള്ള പോലെ തന്നെ ശർക്കരയിൽ അഴുക്കുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളിങ്ങനെ അലിയിച്ചെടുക്കുന്ന സമയത്ത് ഇതൊന്ന് ജസ്റ്റ് അരിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ചൂടാക്കാൻ വെച്ചാൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചോറ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും നമ്മൾ കട്ട കൂടാതെ കണ്ട് നന്നായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കണ്ടോ, നമ്മൾ എല്ലാ കട്ടകളും ഇതിൽ അലിയിച്ച് ചേർക്കണം. ഇനി നമ്മുടെ ഈ മിക്സ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലേക്ക് കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്യണം. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂണോളം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഇല്ലാച്ചാൽ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടെ തന്നെ നമ്മളിവിടെ ഫുൾ ടൈമും ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ കോൺഫ്ലോർ ഇതൊക്കെ ഒഴിച്ചതുകൊണ്ട് ഇത് നന്നായിട്ട് കുറുകിതാ ഈ പാകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇനി ഒരു മണത്തിനും സ്വാദിനൊക്കെ വേണ്ടിയിട്ട് ഒരു 2 ഏലക്കായ പൊടിച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പം നമ്മൾ ബദാമും കശുനണ്ടിയും മുന്തിരിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഏതാണോ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് എന്തായാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ പാകം എന്ന് പറയുന്നത് അതായത് നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിന്റെ അറ്റത്തു നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങും.
നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം നമ്മൾ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടോ, സൈഡിൽ നിന്നൊക്കെ ഇത് നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ ഇപ്പോൾ നമ്മളൊരു കേക്ക് ടിന്നിലാണ് ഇതിനെ സെറ്റ് ചെയ്യാൻ വെക്കണത്. അതിനായിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. വീട്ടിൽ ഏതാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പാത്രം, അതിലേക്ക് ഇതുപോലെ തന്നെ നെയ്യോ വെണ്ണയോ എണ്ണയോ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്താൽ മതി. കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചേന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ മിക്സ് അതിലേക്ക് ഇടുന്നത്. ഇതെന്താ വെച്ചാൽ സെറ്റായി വരുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ മിക്സ് മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ തവിയുടെ പിൻഭാഗമോ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതെന്താ വെച്ചാൽ എല്ലായിടത്തേക്കും അത് കൃത്യമായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെയും മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം നമുക്കൊരു 2 മണിക്കൂറോളം ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. സാധാരണ പുറത്ത് തന്നെ വെച്ചാൽ മതി, റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തന്നെ ഇത് സെറ്റ് ആയിക്കോളും. ഇവിടെ ഇപ്പോൾ നമ്മുടെ 2 മണിക്കൂറിന് ശേഷം കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ തുടക്കത്തിൽ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കഴിയുമ്പോൾ അത് ഡീമോൾഡ് ചെയ്തപ്പോൾ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ദാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ശർക്കര വെച്ചിട്ടുള്ള വേരിയേഷൻ ആണ് ഇവിടെ കാണിച്ചത്. ഇനി നമുക്ക് പഞ്ചസാര വെച്ചിട്ട് എങ്ങനെയാ ചെയ്യണേന്നൊന്ന് നോക്കാം. അപ്പം നേരത്തെ പോലെ തന്നെ നമ്മൾ ചോറ് നല്ലോണം അരച്ചെടുത്തിട്ട് ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് എന്താ വെച്ചാൽ, നമ്മൾ ആ ചോറ് അരച്ചത് ചൂടാക്കാൻ വെച്ചതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ നേരത്തെ ചെയ്ത പോലെ ആ തേങ്ങാപ്പാലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ, അത് ഇതിലും നമ്മൾ ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ഇടാനായിട്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് നല്ലോണം കുറുകി വരണ വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നേരത്തെ ഞാൻ ശർക്കരയിൽ ഉണ്ടാക്കിയത് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി, അപ്പോൾ ഒരു ഐ ലവ് യു അതിൻ്റെ സൈഡിൽ കൂടെ വന്നതാട്ടോ അത്. എന്നിട്ട് നമ്മൾ ഇതാ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. കണ്ടോ, ഇത് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങി. ഇതിപ്പോൾ നമ്മൾ പഞ്ചസാരയിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഇതിന് കളർ ഉണ്ടാവില്ല, കണ്ടോ വെള്ള കളറൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തിരി കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇപ്പോൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളർ ഇഷ്ടമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ കണ്ടോ അതാ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇതിനെ സെറ്റ് ചെയ്യാനായിട്ട് മാറ്റാം. അപ്പോൾ ഒരു കേക്ക് ടിൻ എടുത്തിട്ട് ഗ്രീസ് ചെയ്തിട്ട് നമ്മളിത് ആദ്യം ഇതിലേക്ക് കുറച്ച് വെള്ള എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആദ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെയാണ് നമ്മൾ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു തവിയോ അല്ലെങ്കിൽ സ്പൂണിന്റെ പിൻഭാഗമോ വെച്ചിട്ട് എല്ലായിടത്തേക്കും ഇതിനാക്കി കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഗാർണിഷിങ്ങിനായിട്ട് നമുക്ക് കുറച്ച് വെള്ള എള്ളും നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പഴയ പോലെ തന്നെ ഒരു 2 മണിക്കൂറോളം നമുക്കിത് സാധാ റൂം ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ ദാ നമ്മുടെ രണ്ടാമത്തെ വേരിയേഷനും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പോലെ ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഒരു പ്രയാസവും ഇല്ലാതെ സുഖമായിട്ട് അതിൽ നിന്ന് ഡീമോൾഡ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ഹൽവയുടെ ഷേപ്പിലാണ് ഇവിടെ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ 2 വേരിയേഷനും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് കേട്ടോ ഞങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. പിന്നെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പേഴ്സണലൈസ്ഡ് എന്ന ഓപ്ഷൻ മാറ്റിയിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഇൻബോക്സിലും വരും. സപ്പോർട്ട് ചെയ്തേക്കണേ.